നമ്മൾ താഴെ ഒന്ന് വീഴുമ്പോഴായിരിക്കും നമ്മൾ പല കാര്യങ്ങളും പലരെയും മനസ്സിലാക്കുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ വീണ സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഇവരെയാണ് കേട്ടോ. കാരണം ആ വീണ സമയത്ത് ഞങ്ങൾക്കൊരു വെളിച്ചമായിട്ടും കൈ പിടിച്ച് താങ്ങാനായിട്ട് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പള്ളിപ്പെരുന്നാളൊക്കെ തുടങ്ങി നമ്മളവിടെ തേര് ഇനി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വെളങ്ങണി മാതാവിൻ്റെ തേരാണ് നമ്മളവിടെ തുടങ്ങുന്നത്. ഇന്നലെ തുടങ്ങി, ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ പോയി മാതാവിന് ഇത്രയും തന്നതിനും ഇനി തന്നുകൊണ്ടിരിക്കുന്നതിനും തരാനുള്ളതിനും എല്ലാത്തിനും നന്ദി പറഞ്ഞ് മെഴുകുതിരിയൊക്കെ കൊളുത്തി ഞാനും ഏട്ടനും ഞങ്ങൾ എപ്പോഴും പോയി പ്രാർത്ഥിക്കാറുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ തോന്നുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നടക്കുന്നുണ്ട് എന്ന് ഒരു മനസ്സൊരു സമാധാനം കിട്ടാറുണ്ട്. നന്നായിട്ട് കൊന്ത ചൊല്ലി മാതാവിനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഉപ്പ് എടുത്ത് ഞങ്ങൾ തിരിച്ച് വീടെത്തിയപ്പോഴാണ് ആലോചിച്ചത് ദോശയ്ക്ക് മാവുണ്ട്, പക്ഷെ കറിയില്ല. കറി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ചട്നി അരച്ച് ബോറടിച്ചു എന്നാൽ പിന്നെ ഒരു വെറൈറ്റി ആവാമെന്ന് വിചാരിച്ച് വഴുതിരിങ്ങ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതിരിങ്ങയിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ്, സവോള, തക്കാളി, പച്ചമുളക്, ജീരകം, പിന്നെ സാമ്പാർ പൊടി, കായപ്പൊടി ഇട്ട് നന്നായിട്ട് കുക്കറിൽ 4-5 വിസിൽ വിട്ട് എടുത്തിട്ട് നന്നായിട്ട് കടയുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എണ്ണയൊഴിച്ച് കടുക്, ജീരകം, കറിവേപ്പില, ഇച്ചിരി സാമ്പാർ പൊടി, കായപ്പൊടിയും ചേർത്തിട്ട് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി സാമ്പാർ. ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് 2 കറക്കാങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി ചൂടോടുകൂടിയുള്ള ദോശ ഉണ്ടാക്കി ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാറും ചേർത്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ.